ഫോക്കസ് എന്നൊരു ഹോളിവുഡ് സിനിമയുണ്ട്. വിൽ സ്മിത്ത് ആണ് അതിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത്. 2015 റിലീസായിട്ടുള്ള സിനിമയാണ്. അതുപോലെ നാഷണൽ ജോഗ്രഫിക്കിൻ്റെ ഒരു ഡോക്യുമെൻ്ററി ഉണ്ട്. നമ്മുടെ ബ്രെയിൻ ഉണ്ടല്ലോ, നമ്മുടെ തന്നെ തലയ്ക്കകത്തിരുന്ന് നമ്മളുടെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങിച്ച് കഴിച്ചിട്ട് നമ്മളെ പല കാര്യങ്ങളും പറഞ്ഞ് പറ്റിക്കുന്നതിനെ വളരെ രസകരമായി അവതരിപ്പിക്കുന്ന ഒരു ഡോക്യുമെൻ്ററിയാണ്. ഇത് രണ്ടും പറ്റുമെങ്കിൽ ഒന്ന് കാണാൻ ശ്രമിക്കൂ എന്ന് സജസ്റ്റ് ചെയ്യാൻ തോന്നുന്നതാണ്. പ്രാവിൻകൂട് ഷാപ്പ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് സംസാരിക്കാനുള്ളത് ശ്രീരാജ് ശ്രീനിവാസൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ പ്രാവിൻകൂട് ഷാപ്പിനെ കുറിച്ചാണ്. ബേസിൽ ജോസഫ്, സൗബിൻ ഷാഹിർ, ചാന്ദിനി, ചെമ്പൻ വിനോദ്, ശിവജിത്ത്, പിന്നെ പേരറിയാവുന്നതും അറിയാത്തതുമായ വലിയൊരു താരനിരയുമായിട്ട് വരുന്ന സിനിമയാണ്. ട്രെയിലറൊക്കെ കാണുമ്പോൾ നമ്മൾ ഊഹിക്കുന്ന പോലെ തന്നെ ഒരു കള്ള് ഷാപ്പിൽ നടക്കുന്ന കൊലപാതകമാണ്. അതിനുശേഷമുള്ള ഒരു അന്വേഷണമൊക്കെയാണ്. എന്നെ സംബന്ധിച്ച് അത്യാവശ്യം ഹ്യൂമറൊക്കെയുള്ള സിനിമയുടെ അവിടെ ഇവിടെയായിട്ട് നമുക്ക് ചിരിക്കാനുള്ള എലമെന്റുകൾ സമ്മാനിച്ച, ടെക്നിക്കലി വളരെ ബ്രില്യൻ്റായി എടുത്തു വെച്ചിട്ടുള്ള, കുറച്ച് സസ്പെൻസ് ഉള്ള, നല്ല പ്രകടനങ്ങളുള്ള, ആവറേജിന് മുകളിൽ നിൽക്കുന്ന ഒരു വൺ ടൈം വാച്ചബിൾ അനുഭവമായിരുന്നു പ്രാവിൻകൂട് ഷാപ്പ്. നമുക്ക് പതുപോലെ പോസിറ്റീവ്സ് നിന്ന് ആരംഭിക്കാം. ഒന്നാമത്തെ പോസിറ്റീവ് സിനിമയുടെ എഡിറ്റിംഗ് ആണ്. എന്ന് വെച്ചാൽ ഓരോ സീനുകളും പല കാര്യങ്ങൾ ഇങ്ങനെ പാസ്റ്റും പ്രസൻറ്റും അതിൻ്റെ ഇടയ്ക്കുള്ളതും ഒക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുഴഞ്ഞു മറിഞ്ഞാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കൊലപാതകം, അപ്പോൾ ആ കൊല ചെയ്യപ്പെട്ട വ്യക്തി, അയാളുടെ ജീവിതം, അയാൾ എന്ത് ക്യാരക്ടറായിരുന്നു, അയാൾ എന്ത് ശക്തനായിരുന്നു, അയാളുടെ ചുറ്റും നടന്നിരുന്ന കാര്യങ്ങൾ, അതിനെ ചുറ്റിപ്പറ്റി നിന്നിരുന്ന മറ്റാളുകളുടെ ജീവിതത്തിലെ കാര്യങ്ങൾ, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കയറി ഇറങ്ങി ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷേ എവിടെയും ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാതെ സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് പക്ഷേ ആ സീൻ പാസ്റ്റ് ആയിരുന്നു പ്രസൻ്റ് ആയിരുന്നു എന്ന് ആലോചിപ്പിക്കാതെ നമ്മളെ കൺവിൻസിങ് ആയത് അവതരിപ്പിക്കുക എന്ന് പറയില്ലേ, അതിന് എഡിറ്റിങ്ങിന് ഒരു വലിയ കയ്യടി കൊടുക്കണമെന്ന് തോന്നുന്നു. കയ്യടി പോകേണ്ടത് ഷഫീഖ് മുഹമ്മദ് അലിക്കാണ്. പിന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഇതിലെ പാട്ടുകളും ഒരു വ്യത്യസ്തമായ ഒരു സ്റ്റൈൽ എന്നൊക്കെ പറയില്ലേ, വിഷ്ണു വിജയ് ചെയ്തു കഴിഞ്ഞാൽ അതിൽ അയാളുടെ ഒരു മാർക്ക് ഉണ്ടാവും. നല്ല രസമുള്ള പാട്ടുകളും കാര്യങ്ങളുമാണ്. പക്ഷേ വിഷ്ണു വിജയ് ഇതിനേക്കാൾ മികച്ച പാട്ടുകളും ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒക്കെ മുൻപ് ചെയ്തിട്ടുണ്ട് എന്നുകൂടി ഞാൻ ചേർത്ത് വെക്കുകയാണ്. പിന്നെ വിഷ്വൽ ഡിപ്പാർട്ട്മെൻറ്റ് മൊത്തം, അതിലിപ്പോൾ നമ്മൾ അവരുടെ കോസ്റ്റ്യൂംസ് എന്നൊക്കെ പറഞ്ഞാലേ ശരിക്കും ആ ആൾക്കാരുടെ, പ്രത്യേകിച്ച് ആ ഷാപ്പിലെ തല്ലുകേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പറയുമ്പോൾ അവിടുത്തെ പ്രകടനങ്ങളെക്കുറിച്ച് പറയണം. കുറച്ച് വല്യപ്പന്മാരുണ്ട് സിനിമയിൽ, അടിപൊളിയാണ്. അപ്പോൾ അവരുടെയൊക്കെ ആ ഒരു കോസ്റ്റ്യൂംസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാലും, പിന്നെ ആ ഷാപ്പ് സെറ്റിട്ടുള്ള കാര്യമാണ്, അതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ വളരെ കൺവിൻസിങ്ങായി അവതരിപ്പിക്കുന്നു. അതിനെ ഷൈജു ഖാലിദ് വളരെ രസമായിട്ട് ഒപ്പിയെടുത്ത് നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. നാലാമത്തെ പോസിറ്റീവ് ഇതിലെ ഹ്യൂമർ എലമെൻ്റ് ആണ്. അത്യാവശ്യം ചിരിക്കാനുള്ളതുണ്ട് തുടക്കം മുതൽ അവസാനം വരെ. ബേസിലിൻ്റെ ഹ്യൂമർ പരിപാടികൾ നമുക്കറിയാവുന്നതാണല്ലോ. അതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞ ആ വല്യപ്പന്മാരുണ്ടല്ലോ, അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ചില ഡയലോഗുകൾ കേൾക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ സൗണ്ട് എല്ലാം കൂടി ഇങ്ങനെ നിന്നിട്ടേ, മ്യൂസിക്കും ആംബിയൻസും പിന്നെ ഇവരുടെ ഡയലോഗുകളും എല്ലാം കൂടി ഒരേപോലെയൊക്കെ വന്നിട്ട് ചില ഡയലോഗ് മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് കഷ്ടപ്പെടുന്ന പോലെ തോന്നി. ഒരു പീക്കല്ല, പക്ഷേ സൗണ്ട് ഒരു പ്രത്യേകത ഉള്ളതുപോലെ ഡയലോഗ്സ് കുറച്ചും കൂടി ക്ലിയർ ആവുന്ന രീതിയിൽ ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് പറയണമെന്നുണ്ട്. പക്ഷേ കേട്ടെടുത്തോളം ഡയലോഗുകൾ അതിൽ കുഞ്ഞു കുഞ്ഞു എലമെൻറ്റുകളൊക്കെ ഉണ്ട്, രസമുള്ള, കുറച്ച് നേരം നമുക്കിങ്ങനെ ആലോചിച്ചിരിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അടുത്ത പോസിറ്റീവ് പെർഫോമൻസുകളാണ്. അറിയാലോ, ബേസിൽ ഇങ്ങനെ നിറഞ്ഞ ആടുകയാണ്. ബേസിലിൻ്റെ കയ്യിൽ ആ ക്യാരക്ടർ ഭദ്രമായിരുന്നു എന്ന് തന്നെ പറയാം. കുറച്ച് ബ്രില്യൻസ് ഒക്കെ ഉള്ള, എന്നാൽ കുറച്ച് ഈഗോ ഉള്ള, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചേരുന്ന, ചെറുപ്പത്തിൻ്റെ ചോരത്തളപ്പുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നൊക്കെ പറയുന്ന ഒരുപാട് എലമെൻറ്റുകൾ ചേരുന്നൊരു ക്യാരക്ടറാണ്. അതിനെ വളരെ രസമായിട്ട് തന്നെ അവതരിപ്പിക്കാൻ ബേസിലിന് പറ്റിയിട്ടുണ്ട്. അതുപോലെ സൗബിനെ നമുക്കറിയാമല്ലോ, പുള്ളി അടിപൊളി പെർഫോമറാണ്. ദി ബെസ്റ്റ് എന്ന് ഞാൻ പറയില്ലെങ്കിലും സൗബിൻ്റെ നല്ല പ്രകടനം നമുക്കിതിൽ കാണാനുണ്ട്. ചാന്ദിനി വളരെ രസമായിട്ടാണ് അവർക്ക് കിട്ടിയ ക്യാരക്ടർ ചെയ്തത്. ചെമ്പൻ വിനോദ്, പിന്നെ എനിക്ക് പ്രത്യേകം മെൻഷൻ ചെയ്യണമെന്നുള്ളത് ശിവജിത്ത് എന്ന് പറയുന്ന ആർട്ടിസ്റ്റാണ്. കൽക്കി എന്ന് പറയുന്ന സിനിമയിലാണ് ഞാൻ പുള്ളീനെ ആദ്യം ശ്രദ്ധിക്കുന്നത്. അതിനു മുമ്പ് സംവിധായകൻ ജയരാജാണ് അദ്ദേഹത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് അയാൾ ഒരു നാടിനെ മുഴുവൻ വിറപ്പിക്കാൻ പറ്റുന്ന, ഒരു കൊലകൊമ്പൻ ഓടി വന്നു കഴിഞ്ഞാലും അതിനെ ഇടിച്ചു നിൽക്കാൻ പറ്റുന്ന അങ്ങനെ ഒരു കരുത്തനായിട്ടുള്ള ക്യാരക്ടറായിരിക്കണം, ക്രൂരനായിരിക്കണം. അപ്പോൾ ഈ പറയുന്ന എലമെൻറ്റുകളെല്ലാം വരണമല്ലോ. ശരീരഭാഷയിലും ഒക്കെ നമുക്കത് കാണാൻ പറ്റും. ശരീരഭാഷ എന്ന് പറയുമ്പോൾ മസിൽ വിരിപ്പിച്ചതല്ല ഞാൻ പറയുന്നത്. അയാളുടെ ബോഡി മൂവ്മെൻറ്റ്സിൽ അയാൾ ആളുകളോട് സംസാരിക്കുമ്പോൾ നിൽക്കുന്നത്, കൈയെടുക്കുന്നത്, ഒരുപാട് എലമെൻറ്റുകളിൽ ആ ക്യാരക്ടറിനെ അങ്ങനെ ഒരു ഭീകരനാക്കി, അല്ലെങ്കിൽ അത്രയും ശക്തനായ ഒരു ക്യാരക്ടറാക്കിയൊക്കെ നിർത്താൻ ശിവജിത്ത് എന്ന് പറയുന്ന ആർട്ടിസ്റ്റിൻ്റെ പ്രകടനം വളരെ ഹെൽപ്ഫുള്ളായിട്ടുണ്ട്. ഡയലോഗ് ഡെലിവറിയും പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ പല അഭിനേതാക്കളും വല്ലാണ്ട് വീക്കാവുന്നത് ഈ ഡയലോഗ്സ് ഡെലിവർ ചെയ്യാൻ, അത് പ്രോപ്പർ ടൈമിങ്ങിൽ അതിൻ്റെ ഒരു ഫ്ലോയിൽ അത് പറയുക എന്നുള്ളതാണ്. ശിവജിത്ത് ഒരുപാട് വേഷങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് വരേണ്ട ഒരു അഭിനേതാവാണ് എന്നെനിക്ക് തോന്നുന്നു. പിന്നെ ഓഫ് കോഴ്സ് ഇതിൽ നേരത്തെ ഞാൻ പറഞ്ഞ അപ്പന്മാരുണ്ട്, അവരൊക്കെ അടിപൊളിയായിരുന്നു. സാധാരണ ഒരു തൃശ്ശൂർ ഭാഷ സംസാരിക്കുന്ന സിനിമ വരുമ്പോൾ അവിടെ തൃശ്ശൂർ ലാംഗ്വേജ് പറയുന്ന കുറച്ച് പ്രായമുള്ള ആളായി സ്ഥിരമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് TG രവിയാണ്. അദ്ദേഹം മോശമായി ചെയ്യുന്നു എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, അദ്ദേഹത്തിനെ അപമാനിക്കലല്ല. പക്ഷേ സ്ഥിരമായി ഇത് തന്നെയാണ് എല്ലാ സിനിമകളിലും കാണുന്നത്. ഇതിനപ്പുറത്തേക്ക് ഒരു പ്ലേസ്മെൻറ്റ് നമ്മൾ കാണാറില്ല, കണ്ടാൽ തന്നെ വളരെ കുറവാണ്. ഈ സിനിമയിലേക്ക് വരുമ്പോൾ ആ ലാംഗ്വേജിനെ അതിൻ്റെ ബ്യൂട്ടിയിൽ എന്ന് വെച്ചാൽ ഓവറായിട്ട് എന്തിട്ട് എൻ്റെ ഗഡി എന്നൊക്കെ പറഞ്ഞ് കയറ്റിയിട്ടടിക്കാതെ അതിനൊരു കറക്റ്റ് സ്കെയിലിൽ നല്ല മീറ്ററിൽ
അവർ ഡെലിവർ ചെയ്തിട്ടുണ്ട്. അവരുടെ ബോഡി മൂവ്മെൻറ്റും ഒക്കെ അവർ ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിലെ ഫൈറ്റ് സീക്വൻസുകളാണ്. ചെയ്തിടത്തോളം അവർ രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ ശിവജിത്തിൻ്റെ ഒക്കെ ഒരു കരുത്ത് പ്രകടിപ്പിക്കുന്ന ഒരു ഫൈറ്റ് രംഗമൊക്കെ ഉണ്ട്. അവിടെ എനിക്ക് കുറച്ച് ഇത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാകുന്ന ഇടിയാണെന്ന് ഫീൽ ചെയ്യുന്ന പോലെയൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഇടിക്കാൻ ഇങ്ങനെ ഓങ്ങി അയാളെ കൊള്ളിക്കാതെ ഇടിക്കാൻ പോവുക, അല്ലെങ്കിൽ കുറച്ച് സമയം എടുത്തിട്ട് ഇടിക്കുക എന്ന് പറയുന്ന പോലത്തെ ഒരു എലമെൻറ്റ് കാണാനുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ആ ഒരു ഫീൽ ഉണ്ടല്ലോ, ടെക്നിക്കലി അത് നല്ല ഫീലോടുകൂടി തന്നെ ഡെലിവർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഒരു ചേസിങ് രംഗമൊക്കെ ഉണ്ട്, കുറേ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ക്യാമറ മൂവ് ചെയ്ത് പോകുന്ന അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് പടത്തിൽ കാണാൻ. ഇനിയാണ് നെഗറ്റീവ്സിലേക്ക് വരുമ്പോൾ കുറച്ച് കാര്യങ്ങൾ. ഇതിലൊരു പോലീസ് ഇൻവെസ്റ്റിഗേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ പ്രേക്ഷകരും അത്തരം സിനിമകളിൽ ആ പോലീസുകാരൻ നോക്കി കാണുന്നത് പോലെ ആ ക്രൈമിന് ചുറ്റും കണ്ണോടിച്ചുകൊണ്ടേയിരിക്കും. ഞാനും അങ്ങനെ തന്നെ ഈ സിനിമയിലെ ക്രൈം സീക്വൻസ് ഒക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഈ പോലീസുകാർ പെട്ടെന്ന് ശ്രദ്ധിക്കേണ്ട ചില കീവേഡുകളുണ്ട്. ആ കീവേഡുകൾ അവർ ശ്രദ്ധിച്ചില്ല എന്ന് എനിക്ക് തോന്നി. അതായത് നമ്മുടെ കഥ ഇങ്ങനെയാണ്, അത് പറയാൻ ഇങ്ങനെ പോയാൽ മതി എന്നുള്ളതുകൊണ്ട് മാത്രം അങ്ങനെ പോകുന്നത് പോലെ. എന്നാൽ അതേസമയം ഈ ക്യാരക്ടേഴ്സിൻ്റെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി ഇവർ ഈ പറയുന്ന ലൂപ്പ് ഹോൾസ് എല്ലാം എടുത്ത് ഇടുന്നുമുണ്ട്. അപ്പം ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ക്രൈമാണ് നമ്മളവിടെ കാണുന്നത്. അപ്പോൾ വളരെ ബ്രില്യൻ്റായി ചിന്തിക്കാൻ പറ്റുന്ന ഒരാൾക്ക് മാത്രമേ അത് എക്സിക്യൂട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് പുറത്തേക്ക് കിടക്കാൻ പറ്റൂ. അപ്പോൾ ആ ബ്രില്യൻസിനെ കുറിക്കുന്ന കീവേഡ്സ് ചില ആൾക്കാരുടെ സംസാരത്തിൽ നിന്ന് വീഴുമ്പോൾ പോലീസ് അധികേറി പിടിക്കുന്നില്ല. അതിനെ ചുമ്മാ വെറുതെ ഒരു ലാഘവത്തോടുകൂടി കേട്ട് വിടുകയാണ് ചെയ്യുന്നത്. അതെനിക്ക് കാര്യം അത്രയും നേരം ബേസിലിൻ്റെ ക്യാരക്ടർ അയാൾ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഓരോ കാര്യങ്ങളും വളരെയധികം ശ്രദ്ധിക്കുന്ന, അയാളെ കളിയാക്കുന്നുണ്ടെങ്കിലും അയാൾ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഒരു കാരണവശാലും വിട്ടുപോകാൻ സാധ്യതയില്ലാത്ത ചില കാര്യങ്ങളായിട്ട് എനിക്കത് തോന്നി. പിന്നെ ഇതിലത്തെ ക്രൈമിനെ കുറിച്ച് പറയുമ്പോൾ ആഴ്ചകൾ എടുത്ത് ചെയ്തൊരു കാര്യത്തിന് മിനിറ്റുകൾ കൊണ്ടൊരാൾ മനസ്സിലാക്കുന്നു. പക്ഷേ ആ മനസ്സിലാക്കിയിട്ടുള്ള ആളുടെ ബ്രില്യൻസ് ലെവൽ എന്ന് പറയുന്നത് അത്ര ഉണ്ടായിരുന്നില്ല. ആ ക്യാരക്ടറൊക്കെ അങ്ങനെയായിട്ട്. എൻ്റെ അത് മാത്രമല്ല, ഇതിപ്പോൾ എങ്ങനെ സ്പോയിലർ ഇല്ലാതെ പറയാം, അതായത് ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്ന സിറ്റുവേഷൻ അനുസരിച്ച് അവർ ചെയ്തിട്ടുള്ള ക്രൈം എന്ന് പറയുന്നത് അത് വേറെ തന്നെ ഒരു ഐറ്റം ആയിരിക്കും, വേറൊരു പെർഫോമൻസ് ആയിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇങ്ങനെ ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. കാര്യം ഇത് ഒരുപാട് ലൂപ്പ് ഹോൾസ് ഉള്ള, പിടിക്കപ്പെടാൻ വളരെ സാധ്യതയുള്ള ഒരു ക്രൈമാണ്. അതെനിക്ക് അത്ര കൺവിൻസിങ് ആയിട്ട് തോന്നിയില്ല. പിന്നെ കുറച്ച് കുഞ്ഞു കുഞ്ഞു സീനുകളുണ്ട്. ഈ സീനും അതുമായി ബന്ധപ്പെട്ട കുറച്ച് കട്ട് ഷോട്ടുകളും ഇല്ലായിരുന്നെങ്കിലും ഈ സിനിമയ്ക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നു എന്നെനിക്ക് തോന്നി. അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ഇടങ്ങളിൽ എനിക്കൊരു ഒക്കേഷണൽ വലിച്ചിൽ നിങ്ങൾ അടുത്ത സ്റ്റേജിലേക്ക് പോകും. ഒരു സ്റ്റേജൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഊഹിക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ റീസണിലേക്ക് വരാനാണ് നമ്മൾ കാത്തിരിക്കുക. പിന്നെ വളരെ രസമുള്ള, എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു യാത്ര പറച്ചിൽ ഈ സിനിമയിലുണ്ട്. അത് മെൻഷൻ ചെയ്യണമെന്ന് എനിക്കുണ്ട്, പക്ഷേ സ്പോയിലർ ഇല്ലാതെ എങ്ങനെ പറയാൻ തോന്നുമ്പോൾ ഇങ്ങനെ അത് പറയാൻ പറ്റും. ആ യാത്ര പറച്ചിൽ അടിപൊളിയാണ്. അതിന് ആകെ മൊത്തത്തിൽ ഈ പറഞ്ഞ എല്ലാ ഘടകങ്ങളും പരിഗണിച്ചുകൊണ്ട് എന്നെ സംബന്ധിച്ച് ആവറേജിന് മുകളിൽ നിൽക്കുന്ന വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു കഥ പറച്ചിൽ രീതിയിൽ ടെക്നിക്കലി വളരെ രസമായി എടുത്തു വെച്ചിട്ടുള്ള നല്ല പെർഫോമൻസുകളുള്ള ഒരു സിനിമയാണ്. പക്ഷേ ആ ഒരു പാറ്റേൺ നമ്മളൊന്ന് മനസ്സിലാക്കിയെടുത്താൽ ക്യാരക്ടേഴ്സ് ഇങ്ങനെയാണ്, അവരിങ്ങനെയാണ് സംസാരിക്കുക. സാധാരണ നമ്മൾ സിനിമയിൽ കാണുന്ന ചില രംഗങ്ങളിൽ പലപ്പോഴായി ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുള്ള ആ ക്ലീഷേ സാധനങ്ങളല്ല ഈ സിനിമയിൽ ചില ക്യാരക്ടേഴ്സ് ചില സമയങ്ങളിൽ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു രസത്തിൽ മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഞാൻ ഈ പറഞ്ഞത് മുഴുവൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ഓരോ ആളുകൾക്കും സിനിമ ഡിഫറൻ്റ് ആണ്. നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ കണ്ട ആളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് ഇതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.